എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പറങ്ങാണ്ടി കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് പറങ്ങാണ്ടി. ഇത് രണ്ടും കൂടെ നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. പിന്നീട് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നീട് കസൂരി മേത്തി, മല്ലിയില, ഇതൊക്കെ വേണം. ബാക്കിയുള്ള പൊടികൾ നമ്മൾ ഉണ്ടാക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നീട് വേണ്ടത് പറങ്ങാണ്ടി. ഇത് എൻ്റെ പച്ചപ്പറങ്ങാണ്ടി കീറി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രിഡ്ജിനകത്ത്. അത് എടുത്തതുകൊണ്ട് ഇത് വറക്കണ്ട. ഇല്ലെങ്കിൽ ഈ പച്ചപ്പറങ്ങാണ്ടി ഇല്ലാത്തവർ മറ്റേ പറങ്ങാണ്ടി എടുത്തിട്ട് അത് വറുത്ത് നെയ്ക്കകത്ത് വറുത്ത് കറിക്കകത്ത് ചേർത്താൽ മതി. ഇത് പച്ച ആയതുകൊണ്ട് വറക്കണ്ട, അല്ലാതെ തന്നെ സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഈ ഉള്ളിയും പറങ്ങാണ്ടിയും ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും പറങ്ങാണ്ടിയൊക്കെ വെന്തു. ഇനി ഇത് വാങ്ങി ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ച പേസ്റ്റ് പോലെ തയ്യാറാക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കും. ചീനച്ചട്ടി ചൂടായി. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടത്തില്ല ഈ കറിയിൽ. പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇത് നെയ്ക്കകത്താണ് ഉണ്ടാക്കേണ്ടത്, ഒരുപാട് ഹെവി ആകും. അതുകൊണ്ടാണ് എണ്ണയും കൂടെ ഉപയോഗിച്ചത്. ഇനി ഇതൊന്ന് ചൂടായി വരാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയും നെയ്യും ഒക്കെ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പറ്റ, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇത്ര ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് കടുകല്ല പൊട്ടിക്കേണ്ടത്, ജീരകമാണേ. സ്വല്പം ജീരകം ഇട്ട് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജീരകം ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഞെട്ടിച്ചെടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. സവാള നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാമേ. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർക്കാം. പൊടികളും എല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് തക്കാളി, പച്ചമുളക്, ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതെന്നാൽ തക്കാളി ഒന്ന് പകുതി വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി ഒന്ന് ഏകദേശം പകുതിയോളം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം ഉള്ളിയും പറങ്ങാണ്ടിയും കൂടെ നമ്മൾ അരച്ചത് ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്ന് ഭയങ്കരമായിട്ട് ചുമന്നിരിക്കും. അതിനെക്കാട്ടും നല്ലത് ഒരു ഓറഞ്ച് കളറാണ്. പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ എരിവിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് നല്ലതായിട്ട് ഗ്രേവി തയ്യാറാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും പറങ്ങാണ്ടിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായി വഴറ്റി എണ്ണമയം തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് പറങ്ങാണ്ടി ഉള്ളിയെല്ലാം കൂടെ അരച്ച ബാക്കിയുള്ളതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കും.
ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണേ. ഗരം മസാല ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നീട് നമുക്ക് വേണ്ടത് കസൂരി മേത്തി. കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. അപ്പോഴേ അതിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. പിന്നീട് നമ്മൾ വെച്ചിരിക്കുന്ന പറങ്ങാണ്ടി, ഇത് പച്ചപ്പറങ്ങാണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ വറുത്തില്ല നെയ്ക്കകത്ത്, അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് പച്ചപ്പറങ്ങാണ്ടി ഉപയോഗിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ പറങ്ങാണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് സ്വല്പം മല്ലിയിലയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇളക്കി അടച്ചു വെക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല. ഉപ്പ് ചേർക്കാൻ അങ്ങ് മറന്നുപോയി. നമുക്കിപ്പം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മറന്നുപോയേ, എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നേരത്തെ ചേർക്കണേ കുറച്ചുകൂടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ക്രീം ഉള്ളവർക്ക് സ്വല്പം ക്രീം ചേർത്ത് കൊടുക്കാം. എൻ്റെ ക്രീമില്ല, അതിന് പകരം ഞാൻ പാലിൻ്റെ പാട എടുത്ത് മിക്സിയിലടിച്ച് ഇതിലോട്ട് സ്വല്പം ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കറിക്ക് ടേസ്റ്റിനൊരു കുറവും വരത്തില്ല. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതൊന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കാജു മസാല പറങ്ങാണ്ടി കൊണ്ടുള്ള കറി തയ്യാറായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് അടച്ചു വെക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പുമ്പം കാണാം. ചപ്പാത്തിയും പറങ്ങാണ്ടി കൊണ്ടുള്ള കറിയും തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം.